എടാ മോനെ ആവേശം കണ്ടു. ആവേശത്തെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് റിവ്യൂ ആണ് വീഡിയോ. ആവേശം ശരിക്കും ഭഗത് ബാസിലിന്റെ ഒരു ആവേശമാണ്. ഫഹദ് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു എനർജറ്റിക് പെർഫോമൻസ് ഫഹദിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു പടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നാൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു എനർജറ്റിക് പെർഫോമൻസ് ഫഹദിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ എവിടെയൊക്കെയോ നമ്മുടെ ഷമ്മി ആ ഒരു ക്യാരക്ടർ ഭഗതിലേക്ക് വീണ്ടും പരകായ പ്രവേശനം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഇടയ്ക്കൊക്കെ. എന്നാലും കംപ്ലീറ്റ് ഒരു എന്റർടൈനിങ് പാക്കേജ് ആയിട്ടാണ് ഫഹദ് ആവേശത്തിൽ വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ രോമാഞ്ചത്തിൽ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടന്റെ പേര് ഇവിടെ നിന്ന് വായി വരുന്നില്ല, അമ്പാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് കൊണ്ടുപോലും പുള്ളിക്ക് ചിരി വരുത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രേക്ഷകരിൽ. അതും ഗംഭീരമായിരുന്നു കേട്ടോ. പിന്നെ അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും കുറെ കോളേജ് പിള്ളേഴ്സ് ഉണ്ട്, എല്ലാവരും നല്ല കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പടത്തിലെ ഏറ്റവും വലിയൊരു എക്സ് ഫാക്ടർ, നമ്മൾ തമിഴിലെ അനിരുദ്ധിനൊക്കെ പറയുന്നത് പോലെ ജയിലർ എടുത്ത് നോക്കിയാലും ലിയോ എടുത്ത് നോക്കിയാലും വിക്രം എടുത്ത് നോക്കിയാലും ആ ഒരു പടത്തിന്റെ ആ ഒരു എഫക്ട് ഡബിൾ ആക്കുന്നതിൽ സഹായിച്ചിട്ടുള്ളത് അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. അതേപോലെ ഇവിടെ ഈ ഒരു പടത്തിൽ സുഷിൻ ശ്യാമ അതേപോലെ ഒരു എഫക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഗംഭീരമായിട്ടാണ് ഒരു എന്റർടൈനിങ് വൈബ് പുള്ളി തിയേറ്ററിനകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ടുകളായാലും എല്ലാം ഒരു മാസ് മസാല എന്റർടൈനറിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ, തകർപ്പൻ രീതിയിൽ തിയേറ്ററിൽ പോയി അടിച്ചു പൊളിക്കാനായിട്ടുള്ള രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ആ ഒരു എന്താ പറയുക മ്യൂസിക് ആയാലും എല്ലാം നല്ല കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പടം എന്ന് പറയുന്നത് ശരിക്കും ഫഹദിന്റെ ഒരു വൺ മാൻ ഷോ ആണ്. കംപ്ലീറ്റ് ഫഹദിന്റെ ഒരു എന്റർടൈനിങ് പാക്കേജ് ആണ് സാധനം. അദ്ദേഹത്തിന്റെ ആ ഒരു ശരീരപ്രകൃതിയിലൊക്കെ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഒന്ന് മെലിഞ്ഞിട്ടുണ്ടെങ്കിലും ഒക്കെ ആ ഒരു മാറ്റം ഒന്നും സ്ക്രീനിൽ ആ ഒരു മാസ് എഫക്ട് തരുന്നതിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. നല്ല കിടിലൻ മാസ് മസാല എന്റർടൈനർ. ശരിക്കും പ്രകൃതി സ്റ്റാർ എന്നൊക്കെ വിളിച്ച് നമ്മൾ കളിയാക്കിയിട്ടുള്ള ആള് തന്നെ ഒരു പക്ക മാസ് മസാല ഐറ്റം നമ്മളെ മലയാളത്തിലായിട്ട് തരേണ്ടി വന്നു അവസാനം. നല്ലൊരു ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ ആണ് ഈ ഒരു ആവേശം എന്ന് പറയുന്ന പടം. പക്ഷേ ഞാൻ ഈ ഒരു പടം ഒരിക്കലും ഫാമിലി ഓഡിയൻസിനായിട്ട് സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഈ ഒരു പടം എന്ന് പറയുന്നത് ഫുള്ള് യൂത്തിന് പോയിട്ട് അടിച്ച് പൊളിക്കാനായിട്ടുള്ളൊരു പടമാണ്. ഞാൻ ഫാമിലി എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് പോകുന്ന ആ ഒരു ഫാമിലി ഇല്ലേ, അത്തരത്തിലുള്ള ഒരു ഫാമിലിക്ക് പോയി കാണാൻ പറ്റിയ ഒരു പടമാണെന്ന് ചോദിച്ചാൽ ശരിക്കും അല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ അപ്പുറത്ത് വർഷങ്ങൾക്ക് ശേഷം ജയ് ഗണേഷ് പോലുള്ള പടങ്ങളുണ്ട്. അത്തരത്തിലുള്ള പടങ്ങളാണ് ഫാമിലി ഓഡിയൻസിനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇത് ആവേശം എന്ന് പറയുന്നത് ഫുൾ യൂത്തിന് പോയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ട് കൗണ്ടർ അടിച്ച് ഭയങ്കര എൻജോയ് ചെയ്ത് തുള്ളിച്ചാടി വരാനായിട്ടുള്ള ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആണ് ആവേശം. ശരിക്കും വർഷങ്ങൾക്ക് ശേഷവും ജയ് ഗണേഷുമാണ് ഒരു ഫാമിലി എന്റർടൈനർ എന്ന് പറയാൻ പറ്റുന്ന രണ്ട് പടങ്ങൾ എന്ന് പറയുന്നത്. അത് വർഷങ്ങൾക്ക് ശേഷം ഒരു ഫാമിലി എന്റർടൈനർ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒരു വെയിറ്റ് കൂടുതൽ ഞാൻ ആ ഒരു പടത്തിന് കൊടുക്കും. കാരണം നിവിൻ എന്നൊരു എക്സ് ഫാക്ടർ അവിടെ വരുന്നത് കൊണ്ട് കൂടുതലും ഫാമിലി പ്രിഫർ ചെയ്യാൻ ചാൻസ് ഉള്ളത് ആ ഒരു പടം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഫാമിലിക്ക് പോയി കണ്ട് ആസ്വദിച്ച് വരാൻ കഴിയുന്ന ഒരു അത്തരത്തിലുള്ള ഒരു പടം തന്നെയാണ്. അതായത് അച്ഛനും മക്കളും അമ്മയും ഒക്കെ ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് പോയി കണ്ട് ആസ്വദിച്ച് വരാൻ തക്ക ഉള്ള ഒരു പടമാണ് വർഷങ്ങൾക്ക് ശേഷം. അതേ കണക്ക് തന്നെയാണ് ജയ് ഗണേഷ്. കുറച്ചും കൂടി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും. ഒരു ത്രില്ലർ പടമാണ്, ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ ആണ് സംഭവം. ആ കാര്യം പറയുമ്പോഴത്തേക്ക് ഞാൻ ജയ് ഗണേഷ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ കുറെ പേരൊക്കെ വന്നിട്ട് എനിക്കൊരു പട്ടമൊക്കെ ചാർജ് തന്നിട്ടുണ്ട്, സംഘിപ്പട്ടം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള പേരുകളൊക്കെ ഒരു മുദ്രകുത്തി തരുകയാണെങ്കിൽ, ഒരു അഭിപ്രായം പറയുന്നതിന് ഇങ്ങനെയുള്ള ഒരു പേരൊക്കെ മുദ്രകുത്തി തരുന്നത് ആ ഒരു മുദ്ര കുത്തുന്ന ആളുടെ ഒരു മാനസിക വൈകല്യമായിട്ട് എനിക്ക് കണക്കാക്കാൻ സാധിക്കത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടത്തിന് ഞാൻ നെഗറ്റീവ് ഇട്ടിരുന്നെങ്കിൽ ഞാൻ കൊങ്ങിയും കമ്മിയൊക്കെ ആയനെ. അതിപ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഇരിപ്പ് വശം അങ്ങനെയാണ്. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. ഒരു അഭിപ്രായം പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാളെ ആ ഒരു സൈഡിലേക്ക് ചേർത്തിട്ട് ആ ഒരു പേരൊക്കെ ഇട്ട് മുദ്ര കുത്തിയങ്ങ് വയ്ക്കുക എന്നുള്ളത്. ശരിക്കും എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, ഞാൻ കണ്ടു, എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഞാൻ ആ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നവരുടെ ഒന്നും രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ടില്ല ഞാൻ പടം കാണാൻ പോയത്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, അത് ഞാൻ ഇവിടെ പറഞ്ഞു. അതിപ്പോ ഏത് പടമായാലും എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും. അതിപ്പം സിനിമയുടെ കാര്യമല്ല, അത് എന്തിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം ആയാലും ഇവിടെ എന്ത് തോന്നുന്നു അത് ഞാൻ അവിടെ പറയും. അത് അത്രേ ഉള്ളൂ. അതിന് ഇങ്ങനെയുള്ള പേരൊക്കെ മുദ്ര കുത്തുക എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ ആ ഒരു കമന്റ്സ് ഒന്നും മുഖവിലേക്ക് കിടക്കുന്നതേ ഇല്ല. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ജയ് ഗണേഷ് എന്ന പടം സത്യസന്ധമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. അതേ തന്നെ 3 പടങ്ങളും ഈ വിഷുവിനിറങ്ങിയ ഈദിനിറങ്ങിയ 3 പടങ്ങളും ഗംഭീര പടങ്ങളാണ്. 3ഉം നല്ല രീതിയിൽ എനിക്ക് തോന്നിയ ഇഷ്ടപ്പെട്ട പടങ്ങളാണ്. കുറെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ 3 പടങ്ങൾക്കും ഉണ്ടെങ്കിലും ഇപ്പൊ ആവേശത്തിലാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒക്കെ ചെറിയ ഒരു ലാഗ് ആയിട്ടൊക്കെ എനിക്ക് തോന്നി. പക്ഷെ അതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്ന കേസുകളാണ്. അതൊന്നും വലുതായിട്ട് സിനിമ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഒരു ഫുൾ ഓൺ എന്റർടൈനർ ആണ് ആവേശം. ആ രീതിയിൽ പോയി കണ്ടു കഴിഞ്ഞാൽ കഥയോ ലോജിക്കോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കണം കേട്ടോ ആവേശം കാണാൻ പോകുമ്പോൾ. അതും പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. പോയി കാണുക. ഒരു കോളേജ് പിള്ളേര് അവരുടെ ആ ഒരു ലൈഫ്, അതിലേക്ക് ഫഹദ് വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അത്തരത്തിൽ പോയിട്ട് അടിച്ച് പൊളിച്ച് ആഘോഷിക്കാനായിട്ട് അതിനകത്ത് സുഷിൻ ശ്യാമിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, കുറച്ച് ഫൈറ്റ്സ്, ക്ലൈമാക്സിൽ ഭഗതിന്റെ ഒരു കിടിലൻ സാധനമുണ്ട്. അതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് ഒരു പക്ക എന്റർടൈനർ ആണ് ആവേശം. അത്തരത്തിൽ ഒരു ലോജിക്കും നോക്കാതെ തിയേറ്ററിലേക്ക് വിട്ടാൽ എൻജോയ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ നല്ല അടിച്ച് പൊളിച്ച് തിരിച്ചു വരാവുന്ന ഒരു പടമാണ് ആവേശം.